എന്റെ ഫോണ് മേടിച്ചരാ, ആരും വരില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി ഒരു വാർത്തയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീട്ടുകാർ മൊബൈൽ വാങ്ങി വെച്ചതിനെ തുടർന്ന് ഒരു കുഞ്ഞിനുണ്ടായ വിഷമം, മനോവിഷമം അത് പ്രകടിപ്പിച്ചതാണ് ഇപ്പോൾ നാം കണ്ടത്. ഇതിനകത്ത് കുഞ്ഞിനെ കുറ്റം പറയാനോ മാതാപിതാക്കളെ കുറ്റം പറയാനൊന്നുമല്ല ഇവിടുത്തെ ആവശ്യകത. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, നമ്മുടെയൊക്കെ ജോലികളുടെ തിരക്കുകൾ കൊണ്ടും സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകാൻ കഴിയാത്തതിനെ തുടർന്നും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്കൽ അല്ലെങ്കിൽ മൊബൈലുകൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയും അവരത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചാടി അവരുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങി വെക്കുക എന്നുള്ളത് അത് വലിയൊരു വിഷമകരമായൊരു കാര്യമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അവരുടെ സമയത്തെ കൂടുതലായിട്ട് നയിക്കുകയും അവരുടെ ജീവിതത്തെ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഒത്തിരി അധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം അവരിലേക്ക് എത്തിച്ചിട്ട് പെട്ടെന്ന് അവരിൽ നിന്ന് അത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മൊബൈൽ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ്, ഇതാദ്യമായിട്ടൊന്നുമല്ല, പലപ്പോഴും പല വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു കാഴ്ച തന്നെയാണിത്. ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, പരമാവധി കുഞ്ഞുങ്ങളിൽ നിന്ന് മൊബൈലുകൾ ഒഴിവാക്കുക. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ തിരക്കാണ്, അവരുടെ ഒരു കുറച്ച് സമയം അതിനുവേണ്ടി അവർക്ക് നൽകപ്പെടേണ്ടതുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്, എന്താണ് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. കൂടുതൽ സമയം അവരെ അതിനകത്തേക്ക് ആക്കി നിർത്താതെ മറ്റുള്ള കാര്യങ്ങളിലും എൻഗേജഡായി ഗെയിംസോ മറ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏതൊക്കെ കാര്യങ്ങളാണോ അതിലെല്ലാം അവരെ എൻഗേജഡ് ആക്കി നിർത്താൻ ശ്രമിക്കുക. ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നൽകാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ഒതുക്കപ്പെട്ട് മാറി നിന്ന് ആളുകളുമായിട്ട് മിണ്ടാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ കുറേ ഒതുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക, അവരിലേക്കൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല നല്ല അനുഭവങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെയും നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ അവരെ വളർത്തിയെടുക്കുക. അടുത്ത കാലഘട്ടം വരുമ്പോൾ അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ ഇവരിൽ നല്ലത് ഉണ്ടായിരിക്കണം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളെ ക്രമീകരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ അവരിലേക്ക് കൊടുക്കുമ്പോൾ അവരത് കൂടുതലായിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ, ഗെയിമും റീൽസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് അവരതിൽ ഒത്തിരി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് അവരെ പറിച്ചു മാറ്റാൻ നമുക്ക് കഴിയത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അവരിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തേറെ കാലഘട്ടങ്ങൾ മാറിയപ്പോഴും ഒത്തിരി കളികളെല്ലാം ഇന്ന് നഷ്ടമായി. കുഞ്ഞുങ്ങൾ കളികൾ പോലും ഇല്ലാത്ത, അതായത് ഗെയിംസിന് ഒരു താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടേത്. കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ഈ കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കുക. പ്രത്യേകമായി ഇങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങളിൽ കണ്ടാൽ ഒറ്റയടിക്ക് റിയാക്ട് ചെയ്യാതെ അതിനെ സമയമെടുത്ത് കുഞ്ഞുങ്ങളിലേക്ക് അത് പറഞ്ഞ് നൽകി അവരിലേക്ക് നല്ല ആശയങ്ങളെ നൽകി എത്തിച്ചതിന് ശേഷമായിരിക്കണം ഇത് മാറ്റുവാനുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഒന്നും ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെ ശ്രമിക്കരുത്. ഈ പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചു വച്ചിരിക്കുക. കൂടുതലായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് മൊബൈലുകൾ നൽകാതിരിക്കുക. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്ത് പഠനം മറ്റു കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് വഴിയൊക്കെയാണ് സ്കൂളുകൾ അയച്ചു. അതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ഇരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരിരുന്നു കൊണ്ട് തന്നെ അത് ക്രമീകരിച്ച് അതിന് ശേഷമായിട്ട് അവരിൽ നിന്ന് അത് മാറ്റാൻ ശ്രമിക്കുക. അവരിലേക്ക് ഇത് കൂടുതൽ എത്തിച്ചാൽ അവരിതിലേക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തി തുടങ്ങും. കൂടുതൽ അറിവുകൾ അവരിലേക്ക് പകർന്ന് നൽകാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള നല്ല നല്ല പാഠങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല അനുഭവങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ ശ്രമിക്കുക. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറമായി വലിയ നല്ല കാര്യങ്ങളുണ്ട് എന്ന അവർക്കൊരു ബോധ്യത അവർക്കുണ്ടാകണം. കൂടുതൽ ഗെയിംസ് മറ്റു കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് നൽകുക.
ഇതൊക്കെ നൽകാതെ വരുമ്പോഴാണ് അവരിങ്ങനെയുള്ള ടി വി, മൊബൈല് ഇതിലേക്ക് കൂടുതൽ അവരുടെ ശ്രദ്ധയെ അവർ തിരിക്കുന്നത്. കാരണം മറ്റൊന്നും അവർക്ക് സന്തോഷമായി കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് ഇതിലേക്കൊക്കെ അവരുടെ മനസ്സ് മാറിപ്പോകുന്നത്. അപ്പം അവർക്ക് വേണ്ട നല്ല നല്ല കളികളും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ നൽകുക. ഇനി ഏത് കാര്യത്തിലാണോ അവർക്ക് പടം വരകൾ, അതുപോലെ തന്നെ എന്തൊക്കെയോ അവർക്കുള്ള കഴിവുകളെ മനസ്സിലാക്കി അവരിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലായി കുഞ്ഞുങ്ങളുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് സംസാരിക്കാൻ. അവർ മറ്റാരോട് സംസാരിക്കാനാണ്, അവരാരോട് ഷെയർ ചെയ്യാനാണ്. അപ്പം നമ്മൾ തന്നെ പേരൻസ്, നിങ്ങൾ തന്നെ അവരുടെ അടുത്തിരുന്ന്, സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരുടെ അടുത്തിരുന്ന് അവരുടെ കാര്യങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ കേട്ട് അതിനുള്ള പരിഹാരവും അതിനുള്ള സന്തോഷവും ഒരുമിച്ചിരുന്നുള്ള എല്ലാം അവരുമായിട്ട് സമയത്തെ ക്രമീകരിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. കാലഘട്ടങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. AI ജനറേഷൻ കൂടുതലായിട്ട് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ചെയ്യാൻ കഴിവുള്ള ലോകം വളരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തിനൊത്ത് കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളത് നിങ്ങൾ പങ്കുവെക്കുക തന്നെ ചെയ്യണം. അവരിലേക്ക് നല്ല നല്ല കാര്യങ്ങളെ, ആശയങ്ങളെ പങ്കുവെക്കാൻ ഈ സമയം ഏറ്റവും അനുയോജ്യമാണ്. അത് പകർന്നു നൽകുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായാൽ കുറേ സൂയിസൈഡുകളും കുറേ ബുദ്ധിമുട്ടുകളും ഡിപ്രഷനും മാനസികമായ പ്രശ്നങ്ങളും ദേഷ്യങ്ങളും വാശികളൊക്കെ നമുക്ക് ഒഴിവാക്കി കുഞ്ഞുങ്ങളെ സന്തോഷകരമായൊരു ജീവിതത്തിൽ നയിക്കാൻ നമുക്ക് കഴിയും. ഇതൊന്നും മറന്നു പോകരുത്. കുഞ്ഞുങ്ങൾ അവരുടെ ബുദ്ധിയിലേക്ക് അവർ നല്ല നല്ല കാര്യങ്ങൾ നൽകി കൊടുക്കാൻ കഴിയും. നമ്മളത് ശ്രമിക്കാതെ വരുന്നതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ശ്രമിക്കുക, നന്നായിട്ട് ശ്രമിക്കുക. ഒറ്റ കാര്യത്തിലുള്ളൂ, അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അവരുമായിട്ട് സമയത്തെ ചിലവാക്കുക. സമയം നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതൊന്നുമല്ല, കണ്ടെത്തുക, അവർക്ക് വേണ്ടി കണ്ടെത്തി തുടങ്ങുമ്പോൾ അവർ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.